സോ ഹലോ ഗൈസ്, ഒരുപാട് കാലമായി വീഡിയോ ചെയ്തിട്ട്. സോ ഇന്നെന്തായാലും നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എന്താ പറയാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് മുതൽ റെഗുലർലി നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ വീക്കിൽ എന്തായാലും ഒരു 4 ഡേ വീഡിയോസ് വെച്ചിട്ട് നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും. കാരണം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഒരു അപ്ഡേറ്റ്സും കാര്യങ്ങളും പോലെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. സോ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാൻ പറ്റും. നമ്മൾ ബേസിക്കലി നിങ്ങൾക്ക് അറിയാം, നമ്മൾ ട്രേഡ് ചെയ്യുന്നത് 1 ഹവറിലാണ്. സോ 1 ഹവർ വീഡിയോയിൽ നിങ്ങൾക്ക് ബേസിക്കലി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ട്രേഡ്സ് നമുക്ക് ഒരു 3-4 കറൻസീസാണ് നമ്മൾ മെയിൻലി നോക്കുന്നത്. സോ ഗോൾഡ് നോക്കേണ്ട ആവശ്യമില്ല. ഗോൾഡ് ടെക്നിക്കലായിട്ടൊന്നും വർക്ക് ആവില്ല. ഫുള്ള് ഫണ്ടമെൻ്റലിയാണ് ഗോൾഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് ടെക്നിക്കലി നമുക്ക് വർക്ക് ആവുന്നത് കറൻസി പെയേഴ്സിൽ തന്നെയാണ്. സോ കറൻസി പെയേഴ്സിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ നോക്കുന്നത്. ഓക്കെ, സോ നമ്മൾ AUD/USD ആണ്. സോ AUD/USD നമുക്ക് കഴിഞ്ഞ വീക്കിൽ 2 ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഒരു ട്രേഡ് ഹാഫായിട്ട് നിന്നു. സോ അവിടെ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്തു, മാർക്കറ്റ് റിവേഴ്സ് ആവണം കണ്ടപ്പോൾ അടുത്തൊരു ട്രേഡ് ഇട്ടു. ഓക്കെ, സോ ഇതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. സോ 1 ഹവറിൽ നമുക്ക് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടി. സോ ഈ ഓർഡർ ബ്ലോക്ക് കിട്ടി. സോ ഈ ഓർഡർ ബ്ലോക്ക് കിട്ടി നമ്മൾ എന്ത് ചെയ്തു, ഇതെടുത്ത് നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ലെവൽ എത്തിയപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്തു, ഒന്ന് സ്റ്റില്ലായി. അതായത് മാർക്കറ്റ് ഒന്ന് കൺസോൾഡർ ചെയ്യാൻ തുടങ്ങി. സോ കൺസോൾഡർ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇന്നർ ടൈം ഫ്രെയിമിൽ പോയി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റ് അത് കൺസോൾഡർ ചെയ്യാൻ തുടങ്ങി. സോ മാർക്കറ്റിൽ എന്ത് ചെയ്തു, അവിടെ കണ്ടില്ലേ. സോ കൺസോൾട്ടറേഷനിൽ നമ്മൾ എന്ത് ചെയ്തു, ഇതിൽ റിവേഴ്സ് ആവുന്നുള്ള ഒരു ചെറിയ സൂചനയും കാര്യങ്ങളും നമുക്ക് കിട്ടി. സോ ഇതിൽ മാർക്കറ്റ് എന്ത് ചെയ്തു, നമ്മളവിടെ കൺഫർമേഷന് വേണ്ടി നമ്മൾ നോക്കി 5 മിനിറ്റ്, അതായത് 1 ഹവർ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ടൈം ഫ്രെയിം 1 ഹവർ ആണെന്ന് അറിയാലോ. സോ ആ 1 ഹവറിൽ നമ്മൾ പോയി നോക്കി. സോ 1 ഹവറിൽ നമുക്ക് എടുത്ത് നോക്കാം. സൈഡിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കാണാൻ പറ്റും. സോ കുറച്ച് ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് പാടാണ്. ഓക്കെ, സോ ഇത് കുറച്ച് വലുതാണ്. സോ ഓക്കെ, സോ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ലെവലാണ് ബ്രേക്ക് ആയത്. സോ ഈ ലെവലിൽ നമുക്കിവിടെ കൺസോൾഡർ ചെയ്യുന്നത്, കാരണം ഇവിടെ കണ്ടിന്യൂസ്ലി ഈ ഒരു ലെവൽ എത്തിയപ്പോൾ നമുക്ക് കൺസോൾഡർ ചെയ്യുന്നുണ്ട്. സോ ജസ്റ്റ് മിസ്സാണ് ഇവിടുത്തെ SL എന്ന് പറയുന്നത്. സ്പ്രെഡ് ഉണ്ടെങ്കിൽ SL ഹിറ്റായി ഉണ്ടാവും. ഓക്കെ, സോ നമ്മളിവിടെ ട്രേഡ് എടുത്തിട്ടില്ലായിരുന്നു, നമ്മളിവിടെ ട്രേഡ് വാച്ച് ചെയ്തത്. ഇതിലാണ് നമ്മൾ ട്രേഡ് എടുത്തത്. ഓക്കെ, ഇതിൽ നമ്മൾ ജസ്റ്റ് നമ്മളെ പുതിയ സ്ട്രാറ്റജിയും കാര്യങ്ങളും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ ഇവിടെ എത്തിയപ്പോൾ നമുക്ക് എന്തായാലും ഏകദേശം ഉറപ്പായി ഇത് ബ്രേക്ക് ആവുന്നുള്ളൂ. കാരണം അവിടുന്ന് കണ്ടിന്യൂസ്ലി ഇറങ്ങി പോകുന്ന ഒരു പോലെ തന്നെയായിരുന്നു മാർക്കറ്റ്. കാരണം ഈ ഒരു ലെവൽ ബ്രേക്കായി. ഓക്കെ, സോ ഇതിൻ്റെ ഒരു എന്താണ് ഈ ഒരു സ്വിങ്, അതായത് ഈ ഒരു കൺസോൾട്ടറേഷൻ്റെ ലെവൽ ബ്രേക്ക് ആയപ്പോൾ എന്ത് ചെയ്തു, മാർക്കറ്റ് ഇവിടുന്ന് ഇറങ്ങുന്ന ഉറപ്പായി. സോ നമ്മൾ ഇവിടുന്ന് ട്രേഡ് ഇട്ടു. സോ നമ്മൾ 1 ഹവർക്ക് തന്നെ തിരിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, സോ നമുക്ക് അവിടുന്ന് നോക്കുമ്പോൾ തന്നെ ഏകദേശം 1-2 ദിവസം പിടിച്ചതൊന്ന് TP അടിച്ച് കിട്ടാൻ. ഓക്കെ, സോ നമുക്ക് മാർക്കറ്റ് ഈ ഒരു ലെവൽ എത്തി. മാർക്കറ്റിൽ നിന്ന് എന്ത് ചെയ്തു, മാർക്കറ്റ് ഈ ലെവലിൽ നിന്ന് അടിയിലോട്ട് ഇറങ്ങി വന്നു. അതാണ് ഇവിടെ ബേസിക്കലി ഉണ്ടായിട്ടുള്ളത്. സോ ഈ ഒരു സംഭവം എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. സോ ഇതിൽ പ്രത്യേക വേറെ സംഭവങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. സിമ്പിളി ആയിട്ട് നമുക്ക് ട്രേഡും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ USD/JPY നമുക്ക് കഴിഞ്ഞ ആഴ്ച ഒരു ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഈ ട്രേഡ് ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. സോ നമുക്ക് കഴിഞ്ഞ ആഴ്ച ഒരു ട്രേഡ് ഇവിടെ കിട്ടി, ഒരു ട്രേഡ് ഇവിടെയും കിട്ടി. സോ ഇത് SL അടിച്ചു, ബട്ട് നോ പ്രോബ്ലം. ഓക്കെ, ഇവിടെ ഇവിടെ ഇത് കിട്ടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. സോ ഇവിടെ തന്നെ ബ്രേക്ക്, ഇവിടെ ഒരു സ്വിങ് നമുക്കുണ്ടായിരുന്നു. സോ ഈ സ്വിങ് നമ്മൾ നോക്കി, ട്രേഡ് ഇവിടെ ഡൗൺ ഷിഫ്റ്റായി. ഓക്കെ, ഇവിടെ എത്തിയപ്പോൾ ഡൗൺ ഷിഫ്റ്റായി, അത് തന്നെ നമ്മൾ നോക്കി. സോ ഇവിടെ നിന്ന് നമുക്ക് ഒരു ഓർഡർ ബ്ലോക്ക് പോലെ സംഭവം കിട്ടി. സോ ഈ ഓർഡർ ബ്ലോക്കിൽ വന്നു, മാർക്കറ്റ് അടിയിലോട്ട് വന്നു. എന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്ത്, ഇവിടുന്ന് ഡൗൺ ഷിഫ്റ്റായിട്ട് മാർക്കറ്റ് കിട്ടി. ഓക്കെ, സോ നമ്മൾ ഇവിടെ നിന്നാണ് ട്രേഡ് എടുത്തത്. ഈ റീടെസ്റ്റിലാണ് നമ്മൾ ട്രേഡ് എടുത്തത്. നമുക്ക് റീടെസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്തു, നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അതിനെ നല്ല രീതിയിൽ അടിയിലോട്ട് ഇറങ്ങി വന്നു. അതേപോലെ തന്നെ ഇവിടെ ഇതെന്ന് പറയുന്നത് വലിയ ട്രേഡാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഹവറിലാണ്. 1 ഹവറും 4 ഹവറും തുല്യതയോടെ നോക്കണം എന്നുള്ളത് ബേസിക്കലി നമ്മൾ നോക്കേണ്ട ഒരു സംഭവമാണ് കേട്ടോ. സോ ഇവിടെ നമുക്ക് ഈ ഒരു സംഭവം കണ്ടോ. സോ ഞാൻ കറക്റ്റ് വരച്ച് കാണിച്ചു തരാം. സോ ഇത് കണ്ടോ, ഇവിടെ നമുക്ക് ഒരു ട്രെൻഡ് ലൈൻ കിട്ടി, അതായത് ഒരു ബ്രേക്കോ സ്ട്രക്ചർ, ആ ട്രെൻഡിലേക്ക് ബ്രേക്കോ സ്ട്രക്ചർ കിട്ടി. ഇവിടെ നമുക്ക് ഓർഡർ ബ്ലോക്ക് കിട്ടി. ഓർഡർ ബ്ലോക്കിൽ വന്ന് ടച്ച് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, മാർക്കറ്റ് 4 ഹവർ ആണെന്നുണ്ടെങ്കിൽ 50 മിനിറ്റിലാണ്. 50 മിനിറ്റിൽ ഞാൻ ഇപ്പോൾ പോയി നോക്കുന്നില്ല. 50 മിനിറ്റിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. സോ ഞാൻ എന്തായാലും കാണിച്ചു തരാം അവിടെ കേട്ടോ. ഓക്കെ,
സോ 50 മിനിറ്റിൽ നമുക്ക് ഒരു സ്വിംഗ് ബ്രേക്ക് കിട്ടി. അതായത് ഇതുണ്ടോ, ഇവിടുന്ന് നമുക്ക് ഒരു അപ്പ് ട്രെൻഡ് പോലെ കിട്ടി. സോ ഇവിടുന്ന് ട്രേഡ് ഇട്ടു. സോ ഇവിടുന്ന് ട്രേഡ് ഇട്ട് നമ്മൾ എന്ത് ചെയ്തു, മാർക്കറ്റ് അടുത്ത ലിക്വിഡിറ്റി പോയിന്റ് ആയിട്ടുള്ള ഏറ്റവും ടോപ്പിൽ കൊണ്ടുവച്ചു. സോ ഇത് 1:3 റേഷ്യോ ആണ് കേട്ടോ. സോ നല്ല റേഷ്യോയിലുള്ള ട്രേഡാണ്, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് ഏകദേശം 1:3 റേഞ്ച് ട്രേഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അടിപൊളി ട്രേഡ് ആയിരുന്നു, അടിപൊളിയാണ്. സോ അടുത്ത യൂറോ USD ആണ്. യൂറോ USDയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂറോ USDയിൽ നമുക്ക് ട്രേഡും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, നമ്മൾ 1 അവറിൽ വന്ന് നോക്കിയാലും നമുക്ക് ട്രേഡും കാര്യങ്ങളൊന്നും ഇല്ല. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, മാർക്കറ്റും കാര്യങ്ങളും കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഇപ്പോൾ ഡൗൺ ട്രെൻഡ് ആയ ഒരു ഷിഫ്റ്റ്, അതായത് ഇപ്പോൾ ഡൗൺ ഷിഫ്റ്റിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇനി തിങ്കളാഴ്ച ആകുമ്പോൾ അറിയാം മാർക്കറ്റിൽ എന്താ ഉണ്ടാവുന്നുള്ളതെന്നൊക്കെ. ഓക്കെ, യൂറോ USDയിൽ നമുക്ക് പ്രത്യേകിച്ച് ട്രേഡും കാര്യങ്ങളും അടുത്ത ആഴ്ച ഇല്ല. അടുത്തത് ഗോൾഡാണ്. ഗോൾഡിലും നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡ് ഞാൻ അന്ന് ഒരു മാസം മുമ്പ് എന്തോ ഇട്ട ട്രേഡാണ്. ഓക്കെ, സോ ഞാൻ ഹോൾഡ് ചെയ്യുന്നില്ല. അപ്പോൾ സോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ 1 ഡേയിൽ എടുത്ത ട്രേഡ്, ഈ FEG ട്രേഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾ ടൈം ഹൈയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓൾ ടൈം ഹൈ തന്നെ നമുക്ക് എന്താണ് അടിപൊളിയായിട്ട് ട്രേഡ്സും കാര്യങ്ങളും ഇനിയും കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇനി ഇതിൻ്റെ ഇന്നർ ഷിഫ്റ്റിൽ, അതായത് 1 അവറിൽ, ഇപ്പോൾ 1 ഡേയിലാണത്. സോ 1 അവറിൽ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റിൽ എന്ത് ചെയ്യാൻ കാണാൻ പറ്റും. സോ സ്റ്റെപ്പായിട്ടാണ് മാർക്കറ്റ് കയറിപ്പോയിട്ടുണ്ട്. കണ്ടോ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റെപ്പ് എടുത്തിട്ടാണ് മാർക്കറ്റ് കയറിയിരിക്കുന്നത്. സോ ഇവിടെ നിന്നൊക്കെ ഈ ഒരു ഷിഫ്റ്റ് കിട്ടിയപ്പോൾ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ കണ്ടിന്യൂസ്ലി വന്നിട്ട് വീണ്ടും ആ ലെവലിൽ എത്തി. മാർക്കറ്റ് ഈ ലിക്വിഡിറ്റി എടുത്തു മേലത്തെ. സോ അങ്ങനെ തന്നെയാണ് മാർക്കറ്റ് ഇനി മുകളിലോട്ട് പോകാൻ പോകുന്നത്. അടുത്തത് GBP JPY ആണ് കേട്ടോ. GBP JPY കഴിഞ്ഞ പ്രാവശ്യം, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് തോന്നുന്നു, ബോജ് JPYയിൽ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. ന്യൂസിൻ്റെ പുറത്താണ് ഇത്രയും കയറി പോയിട്ടുള്ളത്. അതായത് GBP വീക്കായി, അതേപോലെ തന്നെ USD വീക്കായി. സോ അതുകൊണ്ട് തന്നെ JBP നന്നായിട്ട് കയറിപ്പോയി. എന്താ പറയുക, JPY വീക്കായി. അതന്നെ കറക്റ്റാണ്. സോ JPY വീക്കായി. സോ പറഞ്ഞതിൽ തെറ്റിയാണ്, JPY വീക്കായി. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു, ഇൻഫ്ലേഷൻ റേറ്റ് കൂടി. മാർക്കറ്റ് എന്ത് ചെയ്തു, കട്ട് റേറ്റ് ആയി 7.5% എന്താണ് കൂടിയിട്ടുള്ളത്. സോ ആ ഒരു സംഭവം കൊണ്ട് തന്നെ കേട്ടോ. സോ ടോട്ടലി കയറിയത് എന്ന് പറയുന്നത് 1.39% ആണ് ഒരൊറ്റ ദിവസം കൊണ്ട് കയറിയത്. സോ അതാണ് സംഭവം. ബേസിക്കലി ആ ബോജ് എന്ന് പറഞ്ഞ ന്യൂസ് ഉണ്ടായിരുന്നു അല്ലേ, അത് കാരണമാണ് ഇത്രയും ഒരു സംഭവം ഉണ്ടായത് ഇന്നലെ. ഓക്കെ, സോ അതുകൊണ്ടാണ് JPYയിൽ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായതില്ല. ഇങ്ങനത്തെ മൂവ്മെൻ്റ് ഒന്നും ഉണ്ടാവാറില്ല, സാധാരണ ഇവൻറ്റ്സ് നടക്കുമ്പോഴാണ് ഉണ്ടാവില്ല. സോ XAUSDയിൽ സംഭവങ്ങൾ, ഗോൾഡും സിൽവറും ഏകദേശം ഒരേപോലെ തന്നെയാണ് മാർക്കറ്റ് ഉണ്ടാവുക, ഗോൾഡും സിൽവറും. അതുകൊണ്ട് വലിയ കാര്യങ്ങളില്ല. അതേപോലെ തന്നെ പിന്നെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെയാണ്. സോ ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പോൾ നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല. സോ ഇന്ത്യൻ മാർക്കറ്റ് ഇൻട്രസ്റ്റ് ഉള്ളവർ എന്ത് ചെയ്യുക, കമൻറ്റ് ഇടുക. ഓക്കെ, സോ ഇന്ത്യൻ മാർക്കറ്റ് ഇൻട്രസ്റ്റ് ഉള്ളവർ കമൻറ്റ് ഇടുക. അതേപോലെ തന്നെ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ ഇനി എങ്ങനെയായാലും നമ്മൾ ഡെയിലി റെഗുലർലി വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം നമ്മളെ ഒരുപാട് പേര് എന്താണ് ട്രേഡിങ്ങിനെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് മെസ്സേജ് അയക്കലുണ്ട്. സോ ഒരുപാട് പേർക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ട്. നിങ്ങളുടെ ഡൗട്ടൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടോ, നമ്മളെല്ലാം ക്ലിയർ ചെയ്ത് ഓരോരോ വീഡിയോ ആക്കിയിട്ട് ചെയ്യാം. ഓക്കെ, സോ അതിനെക്കുറിച്ച് പഠിച്ച് നമ്മൾ ഓരോ വീഡിയോ ആക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ നാളെ പുതിയൊരു വീഡിയോ ഇട്ട് അതിൽ ഓക്കെ, ബൈ. അപ്പോൾ